Hi students. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് ആണ്. നമ്മൾ എക്സാമ്പിൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ എന്താണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച്? സോ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു സോൾവ് കോംപ്ലെക്സ് പ്രോബ്ലംസ് ബൈ ബ്രേക്കിംഗ് ദം ഡൗൺ ഇൻ ടു സിംപ്ലർ സബ് പ്രോബ്ലംസ്. സോ ഒരു കോംപ്ലെക്സ് പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്, എവിടെയും ബ്രേക്ക് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് സോൾവിങ് ഈച്ച് സബ് പ്രോബ്ലംസ് ജസ്റ്റ് വൺസ് ആൻഡ് സ്റ്റോറിങ് ഇറ്റ്സ് സൊല്യൂഷൻ. നിങ്ങൾക്ക് ഓൾറെഡി ആ എക്സാമ്പിൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കൺസെപ്റ്റ്. നമുക്ക് ആ കോംപ്ലക്സ് പ്രോബ്ലത്തിനെ ചെറിയ സബ് പ്രോബ്ലംസ് ആക്കി ഡിവൈഡ് ചെയ്യാണ്. ദെൻ സബ് പ്രോബ്ലംസ് നമ്മൾ വൺസ് സോൾവ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ദിസ് ടെക്നിക്ക് ഈസ് യൂസ്ഫുൾ ഫോർ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ്. നമുക്കറിയാം ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ മാക്സിമൈസേഷൻ പ്രോബ്ലംസ് ആയിരിക്കാം. അങ്ങനത്തെ പ്രോബ്ലംസിൽ നമുക്കിത് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം. സോ വേർ ദ പ്രോബ്ലംസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ്. By storing the result of subproblems, dynamic programming avoids redundant computation. So ഇതിനകത്ത് നമ്മൾ വീണ്ടും കമ്പ്യൂട്ടേഷൻ നമുക്ക് ചെയ്യേണ്ടി വരില്ല, കാരണം ഓൾറെഡി റിസൾട്ട് അവൈലബിൾ ആണ്, റീയൂസ് ചെയ്താൽ മതി. സോ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ എഫിഷ്യൻസി. This approach is effective for problems that exhibit two key properties ആണ്, that is optimal substructure and overlapping subproblem. So എന്താണെന്ന് നോക്കാം. Optimal substructure എന്ന് പറഞ്ഞാൽ a problem has optimal substructure if the best solution to the overall problem can be constructed from the best solutions to its smallest subproblems. So ഓവറോൾ പ്രോബ്ലത്തിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ സബ് പ്രോബ്ലത്തിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ദെൻ വി ക്യാൻ സേ ദ പ്രോബ്ലം ഹാസ് ഓപ്റ്റിമൽ സബ്സ്ട്രക്ചർ. ഓക്കെ, അതായത് ചെറിയ സ്മോളർ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണെങ്കിൽ അതൊക്കെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്താണ് ഫൈനലി ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ. സോ this property allows dynamic programming to build solutions incrementally using previously computed result to achieve the most efficient outcome. So ഇതിനകത്ത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യുന്നത് എന്താ, എപ്പോഴും ഓൾവേസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യാം, ദെൻ റീയൂസ് ചെയ്യാം. Overlapping subproblems. Many problems require solving the same subproblems multiple times. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ fib of 2 തന്നെ ആ ഒരു പ്രോബ്ലത്തിൽ റിക്കർസീവ് അപ്രോച്ചിൽ 3 times കോൾ ചെയ്യേണ്ടി വന്നു. ഓക്കെ, സോ പ്രോബ്ലംസ് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, ഓൾറെഡി മെയിൻ പ്രോബ്ലത്തിൻ്റെ ഒരു സബ് പ്രോബ്ലമാണ്, റിക്കർസീവ് ആയിട്ട് അതിനെ തന്നെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് വീണ്ടും റീകമ്പ്യൂട്ടേഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഇംപ്രൂവ് ദ എഫിഷ്യൻസി ബൈ സ്റ്റോറിംഗ് ദ റിസൾട്ട് ഓഫ് ദീസ് സബ് പ്രോബ്ലംസ് ഇൻ എ ടേബിൾ ടു അവോയ്ഡ് റിഡൻഡന്റ് കാൽക്കുലേഷൻസ്. So by caching the results, caching means storing these results, the algorithm reduces the number of computations needed. So പെർഫോമൻസ് ബെറ്റർ ആയിരിക്കും. സോ സബ് പ്രോബ്ലംസ് തന്നെ വീണ്ടും ഓവർലാപ്ഡ് ആയിരിക്കുന്ന പ്രോബ്ലത്തിലാണ് നമ്മൾ ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് വീണ്ടും ആ സെയിം സബ് പ്രോബ്ലം വീണ്ടും സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം സോൾവ് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ട് റീയൂസ് ചെയ്യാം. സോ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്, സിംപ്ലി പറയുകയാണെങ്കിൽ വി ബ്രേക്ക് ഡൗൺ ദ കോംപ്ലെക്സ് പ്രോബ്ലംസ് ഇൻ ടു സബ് പ്രോബ്ലംസ്, then find the optimal solutions to the subproblems. Other subproblems solve here. Then store the results of the subproblems. Then reuse the result of the subproblems to avoid the repeated calculations. And finally find the result of complex problems. അതൊക്കെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഫൈനലി ഒപ്റ്റിമൽ റിസൾട്ട് കിട്ടും. സോ ഡൈനാമിക് പ്രോഗ്രാമിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച് അല്ലെങ്കിൽ മെമ്മോയിസേഷൻ, ടേബിളൈസേഷൻ എന്ന് പറയുന്നത് ടേബിളേഷൻ മെത്തേഡ് ഫിബൊനാച്ചി സീരീസിൻ്റെ എക്സാമ്പിൾ നമ്മൾ വെച്ച് കണ്ടു. ഓക്കെ, സോ മെമ്മോയിസേഷൻ റിക്കേഴ്സീവ് അപ്രോച്ചാണ്. ഞാൻ പറഞ്ഞു വി വിൽ സോൾവ് ദ പ്രോബ്ലം റിക്കേഴ്സീവ്ലി ആൻഡ് വി വിൽ സ്റ്റോർ ദ റിസൾട്ട് ഓഫ് സബ് പ്രോബ്ലംസ് ഇൻ എ ടേബിൾ ടു അവോയ്ഡ് ദ റിഡൻഡന്റ് കമ്പ്യൂട്ടേഷൻ. ഓക്കെ, ദെൻ ടേബിളേഷൻ ആണെങ്കിൽ വി സ്റ്റാർട്ട് അറ്റ് ദ ബോട്ടം. നമ്മളൊരു ടേബിൾ ഫോർമാറ്റിൽ ഐറ്ററേറ്റീവ് ആയിട്ടാണ് നമ്മളിവിടെ സോൾവ് ചെയ്തത് ഫ്രം ദ സ്മോളസ്റ്റ് സബ് പ്രോബ്ലം. ദെൻ വി സോൾവ് ദ സ്മോളസ്റ്റ് സബ് പ്രോബ്ലം, ദെൻ സ്റ്റോർ ദ റിസൾട്ട് അല്ലെങ്കിൽ സ്റ്റോർ ദ സൊല്യൂഷൻ, ദെൻ റീയൂസ് ദ പ്രീവിയസ് റിസൾട്ട്സ് ഫോർ കമ്പ്യൂട്ടിംഗ് ലാർജർ സബ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഫിബൊനാച്ചി സീരീസിൻ്റെ എക്സാമ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ ബേസിക്കലി സോൾവിങ് കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് യൂസിങ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച്. ഏതെങ്കിലും ഒരു ഡൈനാമിക് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസിൽ മെയിൻ ആയിട്ടുള്ള വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്? വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ സബ് പ്രോബ്ലംസ്. Okay, we have to break down the problem into smaller subproblems, determine what subproblems
വാട്ട് ദ സബ് പ്രോബ്ലംസ് ആർ ആൻഡ് ഹൗ ദേ ക്യാൻ ബി കമ്പൈൻഡ് ടു സോൾവ് ദ ഒറിജിനൽ പ്രോബ്ലം. നമുക്ക് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ പോരാ, അതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി എങ്ങനെ കമ്പൈൻ ചെയ്യണം അതിനുള്ളതും നമുക്ക് അറിയണം. ഓക്കെ, സോ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ദെൻ വി ഹാവ് ടു ഡിഫൈൻ ദ റിക്കറൻസ് റിലേഷൻ. നമുക്ക് സെയിം പ്രോബ്ലത്തിൻ്റെ സബ് പ്രോബ്ലംസ് ഒക്കെ ആയിട്ടല്ലേ വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ റെക്കറൻസ് റിലേഷൻ. ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്കൊരു റെക്കറൻസ് ഇക്വേഷൻ്റെ ഫോർമാറ്റിൽ എഴുതാൻ പറ്റണം. അപ്പോൾ നമ്മൾ എന്താണ് ഒരു റിക്കേഴ്സീവ് ഫോർമുലയായിട്ട് നമ്മൾ ഫിബൊനാച്ചി സീരീസിൻ്റെ ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഡിഫൈൻ ദ റെക്കറൻസ് റിലേഷൻ. ദെൻ ചൂസ് മെമ്മോറൈസേഷൻ ഓർ ടേബിളേഷൻ സ്ട്രാറ്റജി. നമുക്ക് ഇതിനകത്ത് ഏത് അപ്രോച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, തേർഡ് സ്റ്റെപ്പ്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റ് ദ സൊല്യൂഷൻ. സോ കറസ്പോണ്ടിങ് കോഡ്. നെക്സ്റ്റ് optimize the space complexity if necessary. So it is possible to optimize the space complexity by using less memory. So some cases നമുക്ക് space complexity അല്ലെങ്കിൽ space usage reduce ചെയ്യാനും പറ്റും. Okay, so optimize the space complexity, last one. So if necessary, so fourth step വരെയാണ് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ളത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആണ്. സോ മെയിൻ അഡ്വാൻറ്റേജസ് എന്താണ്? ഇറ്റ് റിഡ്യൂസ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, ദെൻ വി വിൽ ഗെറ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഫൈനലി നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടും. ദെൻ വേഴ്സറ്റാലിറ്റി. സോ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എ വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസ് അക്രോസ് ഡിഫറെൻറ്റ് ഡൊമൈൻസ്. ഡിഫറെൻറ്റ് ഡൊമൈൻസിലുള്ള പ്രോബ്ലത്തിൽ നമുക്ക് ഡൈനാമിക് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ്. സോ സ്പേസ് കോംപ്ലക്സിറ്റി നമുക്കറിയാം, വി ഹാവ് ടു സ്റ്റോർ ദ റിസൾട്ട്. സോ സ്പേസ് എന്തായാലും വേണ്ടി വരും. ലാർജർ പ്രോബ്ലംസ് ആണെങ്കിൽ അതിനനുസരിച്ച് സ്പേസ് വേണ്ടി വരും. ദെൻ കോംപ്ലക്സിറ്റി ഓഫ് ഫോർമുലേഷൻ. ഡെവലപ്പിംഗ് എ ഡൈനാമിക് പ്രോഗ്രാമിംഗ് സൊല്യൂഷൻ റിക്വയർസ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പ്രോബ്ലം സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി ചാലഞ്ചിങ്. നമുക്ക് അതിനകത്ത് ആ പ്രോബ്ലത്തിനകത്തുള്ള സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അതിൻ്റെ സൊല്യൂഷൻസ് കമ്പൈൻ ചെയ്യാൻ പറ്റണം. ആ കോംപ്ലക്സിറ്റി അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ ഓവർ ഹെഡ് ഓഫ് ടേബിൾ മാനേജ്മെൻറ്റ്. നമുക്കറിയാം, മാനേജിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ടേബിൾ ഓർ മെമ്മോറൈസേഷൻ സ്ട്രക്ചർ ഇറ്റ് ക്യാൻ ആഡ് ഓവർ ഹെഡ് ടു ദ അൽഗോരിതം. സോ നമുക്ക് അഡീഷണൽ ആയിട്ട് റിസൾട്ടൊക്കെ സ്റ്റോർ ചെയ്യാൻ അതിൻ്റെ ഒരു ടേബിൾ കീപ്പ് ചെയ്യേണ്ടി വരും. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എഴുതാം. ഓക്കെ.